ശരിയായ വഴിയെ പോകണം എന്നാണ് നാം എല്ലാം ആഗ്രഹിക്കാറുള്ളത്. എന്നാൽ നേരായ വഴി അറിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? അത് അറിയുവാനുള്ള മാർഗം എന്താണ്? ജീവസന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവം തൻ്റെ സൃഷ്ടികളുടെ മകുടമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഭൂമിയിലും സമുദ്രത്തിലും ആകാശത്തിലുമുള്ള സകലത്തെയും അടക്കി വാഴുവാനുള്ള ജ്ഞാനവും വിവേകവും കഴിവും ഒക്കെ നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ അധഃപതനമാണ് നാം ചരിത്രത്തിൽ ദർശിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ യഥാസ്ഥാപനത്തിനുള്ള വഴിയാണ് നാം ഇന്നു മുതൽ പഠിച്ചു തുടങ്ങുന്നത്. യഹോവ ഭക്തി അഥവാ ഫിയർ ഓഫ് ദ ലോർഡ് ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുവാൻ പോവുകയാണ്. ഇതിലെ ഓരോ വാക്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഔന്നത്യത്തിലേക്കുള്ള പടികളാക്കി ദൈവം മാറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശലോമോൻ എഴുതിയ സദൃശവാക്യങ്ങളാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചത്. നാം മുഖവരിയും ആദ്യത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളും ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 3 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകതിരിവും നൽകുവാനും. നീതി എന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? നീതി എന്നാൽ ശരിയായ പെരുമാറ്റം എന്നത്രേ. ശരിയായ പെരുമാറ്റം എന്ന് പറയുമ്പോൾ എന്താണ് ശരി? ദൈവം പറയുന്നത് എന്തോ അതാണ് ശരി. ഇരുളിൽ നിന്നും പ്രകാശത്തെ വേർതിരിക്കുന്നവൻ ദൈവമാണ്. സൂര്യനെ ഉദിപ്പിക്കുവാനോ സൂര്യനെ അസ്തമിപ്പിക്കുവാനോ എന്നെക്കൊണ്ട് സാധിക്കില്ല. ദൈവം മാത്രമാണ് തൻ്റെ ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത്. അവിടുന്ന് വെളിച്ചത്തെ ഉണ്ടാക്കുന്നു, അവിടുന്ന് ഇരുളിനെയും ഉണ്ടാക്കും. തുടർന്ന് ന്യായം എന്ന മറ്റൊരു വാക്ക് നാം കാണുന്നു. ന്യായം എന്നാൽ നിങ്ങളും ഞാനും ന്യായവിധി നടത്തണം എന്നത്രേ. അതെ, തീരുമാനമെടുക്കുന്നതിന് തുല്യമാണത്. വിശ്വാസി തൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥാനത്ത് വരുന്നു. ഏത് വഴി പോകണമെന്ന് അവൻ തീരുമാനിക്കണം. വഴി തെറ്റുവാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെയുള്ള 4 കവലകളിൽ വന്നിട്ടുള്ളപ്പോഴെല്ലാം ദൈവഹിതത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ നോക്കുമ്പോൾ 4 വശത്തോട്ടുമുള്ള വഴികൾ ഒരുപോലെ ശരിയാണെന്ന് തോന്നും. എന്നാൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച ഏതൊരു വ്യക്തിയെയും കർത്താവ് ശരിയായ പാതയിൽ മാത്രമേ നയിക്കൂ. അവിടുന്ന് എന്നെ അങ്ങനെ നയിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. എന്നാൽ ദൈവമക്കൾ എന്ന നിലയിൽ വേണം നാം തീരുമാനിക്കേണ്ടത്. അതെ, ന്യായമായിട്ടുള്ള തീരുമാനങ്ങൾ. ഞാൻ വഴിതെറ്റി ഒരിക്കലും പോകുവാൻ ഇടയാകരുത്. മറ്റൊരു പദം നാം ഈ ഭാഗത്ത് കാണുന്നത് നേർ എന്നുള്ളതാണ്. നേര്. ഇത് പെരുമാറ്റത്തെക്കാൾ ഏറെ തത്വത്തെയാണ് കാണിക്കുന്നത്, പ്രമാണത്തെ. ഒരു ദൈവ പൈതലിനെ നിയമങ്ങളുടെ കീഴിലല്ല സൂക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മെ നയിക്കുവാനുള്ള വലിയ പ്രമാണങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഒരു വലിയ തത്വമാണ്. താൻ സ്വീകരിക്കുന്നതിൽ തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ. താൻ ചെയ്യുന്നതിൽ ഒരു ദൈവവിശ്വാസിക്ക് ശരിയായ ഉത്സാഹമുണ്ടായിരിക്കണം. നിവൃത്തി കെട്ടിട്ട് ചെയ്യുന്ന മനോഭാവം ഉണ്ടാകരുത് എന്ന് ചുരുക്കം. ചെയ്യുന്നത് ശരിയെന്നും പ്രയോജനകരമെന്നും അറിയുമ്പോൾ മാത്രമേ
ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഉത്സാഹമുണ്ടാകൂ. അല്ലെങ്കിൽ തലവേദനയോടെ മാത്രമേ നാം ഓരോന്നും ചെയ്യൂ. ഇത് ചെയ്യണോ അതോ വേണ്ടായോ എന്നെനിക്കറിയില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർ ചെയ്താലും ശരിയാകയില്ല. എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം. തത്വം ഇതാണ്: ഏതിലെങ്കിലും താല്പര്യപൂർവ്വം പ്രവേശിക്കുവാൻ താങ്കൾക്ക് കഴിയാത്ത പക്ഷം താങ്കൾ അതിൽ പ്രവേശിക്കുകയേ അരുത്. ആ കാര്യം ചെയ്യരുത്. നാം ചെയ്യുന്നത് പ്രതീക്ഷയോടും ആവേശത്തോടും സന്തോഷത്തോടും കൂടെ ചെയ്യേണ്ടതാണ്. ഞാൻ ചെയ്യുന്നതാണ് ശരിയായ കാര്യമെന്ന് നാം ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് വേണം ചെയ്യേണ്ടത്. ചെയ്തതിന് ശേഷം പതറുന്ന മനസ്സുണ്ടാകരുത്. താൻ അനുവദിക്കുന്ന കാര്യങ്ങളിൽ ഹൃദയം കുറ്റപ്പെടുത്താത്ത മനുഷ്യൻ സന്തോഷവാനായിരിക്കും. ഞാനത് ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് തിരിഞ്ഞ് ചിന്തിച്ചിട്ട് പറയുന്ന അനുഭവം എത്രയോ ഖേദകരമാകുന്നു. അങ്ങനെ വരുമ്പോൾ താങ്കൾ ചെയ്തത് തെറ്റാണ്. അതിനെ ന്യായീകരിക്കരുത്. തിരുവചനം നിശബ്ദമായിരിക്കുന്ന വിഷയങ്ങളിൽ താങ്കളുടെ പെരുമാറ്റത്തെ നയിക്കുന്ന വലിയ ഒരു തത്വമാകുന്നു ഇത്. താങ്കൾ ഇന്നലെ ചെയ്ത കാര്യത്തെക്കുറിച്ച് തിരിഞ്ഞ് ചിന്തിച്ച് സ്തോത്രം അല്ലെങ്കിൽ ഹല്ലേലൂയ, ഇന്നലത്തെ ദിവസം മഹത്തായ ഒന്നായിരുന്നു എന്ന് പറയുവാൻ താങ്കൾക്ക് കഴിഞ്ഞെന്നാൽ താങ്കൾ ചെയ്തത് താങ്കൾക്ക് കഴിയുമായിരുന്നതിൽ വെച്ച് ശരിയായതാകുന്നു എന്ന് ഉറപ്പാക്കാവുന്നതാണ്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ താങ്കൾ ചെയ്ത കാര്യം അഭിമാനിക്കുവാൻ വകയുള്ളതാകുന്നു എന്ന് ഹൃദയത്തിൽ ഉറപ്പുണ്ടെങ്കിൽ ജീവിതം എത്ര സുന്ദരമായിരിക്കും അല്ലേ? എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും അപ്പോൾ ജീവിതം. പലപ്പോഴും നാം പറയരുതാത്തത് പറയുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും പോകരുതാത്തിടത്ത് പോകുകയും ഒക്കെ ചെയ്തതിന് ശേഷം കുറ്റബോധം കൊണ്ട് മുൻപോട്ട് ഒരടി വെക്കുവാൻ കഴിയാത്ത സ്ഥിതിയിൽ എത്തിച്ചേരും. ഓർക്കണം, തിരിഞ്ഞു നോക്കി എനിക്ക് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഞാൻ ചെയ്തു എന്ന് പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാകുന്നു വളരെ നല്ല വളർച്ചയിൽ മുന്നേറുന്നത്. മറ്റൊരു തത്വം എന്തെന്നാൽ നാം അന്യോന്യം കുറവുള്ളതിനെ താങ്ങണം. സ്വയം സംതൃപ്തിപ്പെട്ടിരിക്കാതെ അന്യോന്യം ബലഹീനതകളിൽ താങ്ങുന്ന മനോഭാവം നമുക്കുണ്ടാകണം. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം: ഞാൻ ഈ ചെയ്യുന്ന കാര്യം എൻ്റെ സഹോദരനോ എൻ്റെ അയൽക്കാരനോ ദോഷം വരുത്തുന്ന സംഗതിയാണോ? ഒരു ക്രിസ്തു വിശ്വാസിയുടെ പെരുമാറ്റത്തെ നയിക്കേണ്ട വലിയ തത്വങ്ങളാകുന്നു ഞാൻ ഈ പറഞ്ഞതൊക്കെ. തുടർന്ന് നാം വായിക്കുന്ന സദൃശവാക്യം: അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും. നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ബുദ്ധിയുള്ളവരായിരിക്കുക എന്നാണ് അർത്ഥം. ഒരു ദൈവപൈതൽ ബുദ്ധിഹീനമായി പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കുക എന്ന്. അതെ, നാം സൂക്ഷ്മ ബുദ്ധിയുള്ളവരായിരിക്കണം. ശരിയായി കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ബാലന് പരിജ്ഞാനവും എന്ന് നാം വായിക്കുന്നു. പരിജ്ഞാനം എന്നാൽ പ്രയോജനപ്രദമായ അറിവ് എന്നാണ് അർത്ഥം. ജ്ഞാനം എന്നാൽ എന്താണെന്ന് നേരത്തെ നാം ചിന്തിച്ചല്ലോ. അറിവ് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുവാനുള്ള കഴിവ്, അതാണ് ജ്ഞാനം. ഈ കാരണത്താലാണ് നാം ബൈബിൾ നിരന്തരം പഠിക്കണമെന്ന് പറയുന്നത്. നമുക്ക് പരിജ്ഞാനം നൽകുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാകും. 119 സങ്കീർത്തനത്തിൽ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് നാം കാണുന്നു. നമ്മെ പരിജ്ഞാനമുള്ളവരാക്കുന്നത്, അതെ, പ്രയോജനപ്രദമായ അറിവ് നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാകുന്നു. ലോകപ്രകാരമുള്ള അറിവ് ലഭിക്കുവാൻ നാം പല പുസ്തകങ്ങൾ പഠിക്കുന്നു, പല മാർഗങ്ങളിലൂടെ പഠനം നടത്തുന്നു. എന്നാൽ പരിജ്ഞാനം ലഭിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കണം. ഈ 10 വാക്കുകളുടെ ഒടുവിലായി പറയുന്നത് വകതിരിവ് എന്നത്രേ. വകതിരിവ്, ഇതിൻ്റെ അർത്ഥം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സ്വഭാവം എന്നാണ്. ഇന്ന് അനേകർക്കും വകതിരിവില്ല എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്ന യുവാക്കൾക്കുള്ള ആലോചനയാണ് ഇത് എന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ചിന്തിക്കാതെ എടുത്തു ചാടി വരുന്നിടത്ത് വെച്ച് കാണുക, അത് ചെയ്യുക. എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിരുന്നു ഒരിക്കൽ. ചിന്തിക്കാതെ ഓരോന്ന് ചെയ്യുക. ചിന്തിച്ച് കാര്യങ്ങളെ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവപൈതൽ എത്ര അനുഗ്രഹമായിരിക്കുമെന്നറിയാമോ? മറ്റുള്ളവരെ കരുതുന്ന മനോഭാവം. ഇനി നമുക്ക് 5-ാം വാക്യത്തിലേക്ക് വരാം. ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും. എല്ലാ മഹാന്മാരുടെയും സ്വഭാവം ഇതായിരുന്നു. തങ്ങൾ സകലവും പഠിച്ചു കഴിഞ്ഞു എന്ന സ്ഥിതിയിലെത്തിയ അനുഭവം അവർക്കുണ്ടായിട്ടില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ വാസ്തവത്തിൽ യാതൊന്നും പഠിച്ചിട്ടില്ല.
അറിവ് വർദ്ധിക്കുമ്പോൾ നമ്മുടെ അറിവില്ലായ്മയെക്കുറിച്ച് നാം ബോധവാന്മാരാകും. അതൊരു ജ്ഞാനിയുടെ ലക്ഷണമാകും. കൂടുതൽ അറിയുവാനും പഠിക്കുവാനും എപ്പോഴും തയ്യാറായിരിക്കുന്നത് ജ്ഞാനിയാകും. ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും എന്ന് നാം വായിച്ചു. വാസ്തവത്തിൽ ഈ പുസ്തകത്തിലെ വെല്ലുവിളി അതാകുന്നു. ശലോമോൻ പറയുന്നത്, താങ്കൾ സമർത്ഥനാകുന്നുവെങ്കിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നത്രേ. സദൃശവാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിന് പറയുവാൻ വളരെയേറെ കാര്യങ്ങളുണ്ട്. ചെറിയ വാക്യങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന വലിയ സത്യങ്ങളാണവ, വലിയ വലിയ തത്വങ്ങൾ. 6-ാം വാക്യത്തിൽ നാം കാണുന്നത് സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. ഇതേ ചിന്ത അവതരിപ്പിക്കുന്ന മറ്റൊരു വാക്യമാകുന്നു 25-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവിടെ വായിക്കുന്നത്, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. എനിക്കതിഷ്ടമാണ്. പുരമുകളിൽ നിന്ന് ഘോഷിപ്പാനാണ് ദൈവം സുവിശേഷ ദൂത് നമുക്ക് നൽകിയത്. എന്നാൽ രത്നത്തെപ്പോലെയുള്ള വളരെയേറെ സത്യങ്ങളുണ്ട്. രത്നങ്ങൾ ദൈവം ഭൂമിയിൽ വിതറിയിട്ടില്ല. പോയി പെറുക്കിയെടുക്കുവാൻ കഴിയുന്നത് പോലെ അത് കാണില്ല. രത്നങ്ങളും അതുപോലെ വിലപിടിപ്പുള്ള കല്ലുകളും മറഞ്ഞിരിക്കുന്നു. അവയെ നാം തേടി കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഒത്തിരി കഷ്ടപ്പെടണം. വാസ്തവത്തിൽ ഇവയെ ഖനനം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എണ്ണ കുഴിച്ചെടുക്കുകയാണല്ലോ. ആ വിധത്തിലാണ് ദൈവം അത് ചെയ്തിരിക്കുന്നത്. ഒരു വസ്തുവിനെ മറച്ചു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാകുന്നു. ദൈവത്തിൻ്റെ തിരുവചനം ഏതെല്ലാം വിധത്തിൽ പഠിക്കാമോ അങ്ങനെയുള്ള പഠനം ദൈവവചനം അർഹിക്കുന്നു. ഖനനം ചെയ്യേണ്ട കാര്യമാണ് തിരുവചനവും എന്ന് ഓർക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കർത്താവായ യേശു പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്ന അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യേണ്ടതില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. അവൻ പറഞ്ഞത് തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവാനാണ്. താങ്കൾ തിരുവെഴുത്തുകളെ ശരിയായി പരിശോധിക്കാതിരുന്നിട്ടും നിങ്ങൾ നിത്യജീവനെ പ്രാപിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ബൈബിൾ നിരന്തരം വായിക്കുന്നുണ്ടാകും, എന്നാൽ അതിലെ യഥാർത്ഥ ദൂത് കണ്ടുപിടിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിലെ യഥാർത്ഥ നിധി കർത്താവായ യേശുക്രിസ്തു ആകുന്നു. അതെ സുഹൃത്തെ, താങ്കൾ തിരുവചനത്തിൽ ക്രിസ്തുവിനെ കണ്ടില്ല എങ്കിൽ താങ്കൾ ബൈബിൾ ഖനനം ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. രത്നങ്ങൾക്കായി നിങ്ങൾ ആഴത്തിലേക്ക് കുഴി കുഴിക്കുന്നില്ല എന്ന് ചുരുക്കം. എത്രയെത്ര ആഴത്തിൽ പോകൂ, കൂടുതൽ വിലയുള്ള രത്നങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സദൃശവാക്യങ്ങളും അലങ്കാര വചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, വിലപ്പെട്ട സത്യങ്ങളെ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം ദൈവവചനത്തിലെ അജ്ഞതയാണ്. അത് പ്രസംഗപീഠത്തിൽ നിൽക്കുന്നവൻ്റെ അവസ്ഥയും കേൾക്കുന്നവരുടെ അവസ്ഥയുമാകുന്നു. തിരുവചനത്തെ നിരന്തരമായി ഗൗരവമായി പഠിക്കുന്ന അവസ്ഥ ഉണ്ടാകണം. ആഴത്തിലിറങ്ങി പഠിക്കണം. മുൻവിധിയില്ലാതെ പഠിക്കണം. വെറുതെ 3-4 അധ്യായങ്ങൾ വായിച്ച് വിടുന്നതിൽ കാര്യമില്ല. രാവിലെ എഴുന്നേറ്റ് തുറക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ഭാഗമെടുത്ത് വായിക്കുക, എന്നിട്ട് അന്നത്തേക്കുള്ളതായി എന്ന് കരുതുന്ന അനേകം ആളുകളുണ്ട്. സമയം ചെലവഴിച്ചുള്ള ശരിയായ പഠനമില്ലാതെ മുത്തുകൾ വാരാം എന്ന് ചിന്തിക്കരുത്. അത് ഭോഷത്തരമാകുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആഹ്വാനം ആഴത്തിൽ കുഴിക്കുക എന്നത്രേ. ഗൗരവമായി പഠിക്കുക. മുത്തുകൾ വേണമെങ്കിൽ ആഴത്തിൽ പോകണം. തീമോഥെയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. തുടർന്ന് നാം ഈ പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം കാണുവാൻ പോകുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ അതിനുവേണ്ടി കാത്തിരുന്നിരിക്കുക. 7-ാം വാക്യം, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. ഇവിടെ വ്യക്തമായ ഒരു വിപരീതത്വം കാണാവുന്നതാണ്. ആദ്യം പറഞ്ഞതിൻ്റെ നേരെ വിപരീതമാണ് രണ്ടാമത് പറയുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കും. അവർ അതിൽ നിന്നും ഒന്നും പഠിക്കുന്നില്ല. ഇന്ന് ജീവിതത്തിൽ ഭോഷന്മാർ ആയിരിക്കുന്നതിൽ നിന്നും സദൃശവാക്യങ്ങളുടെ പുസ്തകം നമ്മെ രക്ഷിക്കുന്നു.
ഭക്തിയുണ്ടെങ്കിൽ പഠിച്ചില്ലെങ്കിലും ജയിക്കുമെന്ന ആശയം അല്ല ഇവിടെ. ജ്ഞാനം അറിവിൽ നിന്നും വ്യത്യസ്തമാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം ജ്ഞാനിയായി മുമ്പോട്ട് പോകുവാൻ നമ്മെ അധികം സഹായിക്കുന്നതാണ്. ഭോഷത്തരത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ വളരെയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. മുമ്പോട്ട് പഠിക്കുമ്പോൾ നാം അത് കാണുന്നതാണ്. ഇനിയും 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിൻ്റെ ശിരസിന് അലങ്കാരമാലയും നിൻ്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും. അതത്രേ ഭവനത്തിലെ പ്രധാനപ്പെട്ട ബന്ധം. ഭക്തരായ മാതാപിതാക്കളുള്ള പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവർ മാതാപിതാക്കളാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭവനത്തിൽ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും അവർ ഒരിക്കലും മാറിപ്പോകുന്നില്ല. അതേസമയം തന്നെ തങ്ങളുടെ കുട്ടികളെ ദൈവിക കാര്യങ്ങളിൽ പ്രബോധിപ്പിച്ച് നടത്താത്ത മാതാപിതാക്കളോട് ദൈവം കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ശരിയായ മാർഗത്തിൽ ആലോചന നൽകി നടത്തുന്ന മാതാപിതാക്കളാണ് സമൂഹത്തിന് പോലും നന്മ ചെയ്യുന്നത്. ഇന്ന് ഒട്ടനേകം മാതാപിതാക്കൾ ഈ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാത്തവരാണ് എന്ന് ദുഃഖത്തോടെ ഞാൻ ഓർക്കുകയാണ്. സ്കൂളിലെ പാഠങ്ങൾ പഠിക്കുവാൻ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കുന്നവർ ദൈവവചനം പഠിക്കുവാൻ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കാറില്ല എന്നതൊരു വാസ്തവമല്ലേ? അതുകൊണ്ട് തന്നെ വഷളത്വം നിറഞ്ഞൊരു തലമുറയാകുന്നു നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത്. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം എത്ര വലിയതാണ്. 10ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. ഇപ്പോൾ പ്രവർത്തനം ഭവനത്തിന് വെളിയിലാണ്. കുട്ടി ഭവനത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ അവൻ ആദ്യം കണ്ടുമുട്ടുന്നത് ആരെയാണ്? സാധാരണ ആ കൂടിക്കാഴ്ച ഒരു പാപിയുമായിട്ടായിരിക്കും. കാരണം മനുഷ്യവർഗത്തിൽ ഭൂരിഭാഗവും ആ കൂട്ടത്തിൽ പെടുന്നു. അവർ ക്രിസ്തുവിങ്കലേക്ക് വന്നില്ല. നാം എല്ലാം പാപികളാണ്. എന്നാൽ പാപത്തിൽ ജീവിക്കുന്ന, വീണ്ടും ജനനം പ്രാപിക്കാത്ത പാപിയെ ഈ മകൻ കണ്ടെത്തുന്നു. അപ്പോൾ അവൻ്റെ മനോഭാവം എന്താണ്? വഴിപ്പെട്ടു പോകരുത്. ബൈബിളിലെ വ്യക്തികളെ പ്രതിഫലിപ്പിക്കുന്ന സദൃശവാക്യങ്ങൾ നാം കാണുന്നതാകുന്നു എന്ന് മുഖവരിയിൽ നാം ചിന്തിച്ചല്ലോ. ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹിതരെ ഓരോരുത്തരെയും ബന്ധപ്പെടുത്തിയുള്ള സദൃശവാക്യങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് എന്താകുന്നു എന്ന് അവരോട് പറയുവാൻ താങ്കൾക്ക് താല്പര്യമില്ലായിരിക്കാം. ഇതാ ഇവിടെ നാം കാണുന്ന ഈ സദൃശവാക്യം തിരുവചനത്തിലുള്ള ആരെയോ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാകുന്നു എന്ന് തോന്നുന്നില്ലേ? ആരാകുന്നു എന്ന് ഒന്ന് ചിന്തിച്ചാലും, അതെ, ആ വ്യക്തി യോസഫ്, ഉൽപ്പത്തി പുസ്തകത്തിലെ യോസഫ് ആകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അവനെ ഒരു അടിമയായി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുകയും പൊത്തിഫറിൻ്റെ ഭാര്യ വശീകരിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവൻ അവൾക്ക് വഴിപ്പെട്ടില്ല. ഈ സദൃശവാക്യം അവൻ്റെ അനുഭവത്തിൻ്റെ ഉദാഹരണമാകുന്നു. തെറ്റായ വഴികളിലേക്ക് സാത്താൻ നമ്മെ വലിച്ചിഴയ്ക്കുവാൻ തുടങ്ങുമ്പോൾ അതിന് വഴിപ്പെടാത്ത മനോഭാവം, അതത്ര ഇവിടെ പറയുന്നത്. ഇനിയും 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ 13 വരെ വായിക്കാം. ഞങ്ങളോട് കൂടെ വരിക, നാം രക്തത്തിനായി പതിയിരിക്കുക, നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ ഒളിച്ചിരിക്കുക, പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളക. നമുക്ക് വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും, നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം. ഒന്നും നൽകാതെ എന്തെങ്കിലും പ്രാപിക്കുവാൻ പാപിയായ മനുഷ്യന് പ്ലാനും പദ്ധതിയുമുണ്ട്. എങ്ങനെയെങ്കിലും മറ്റുള്ളവൻ്റേത് പിടിച്ചെടുക്കുക. താൻ അഭിവൃദ്ധിപ്പെടേണ്ടതിന് മറ്റുള്ളവരെ അവൻ കഷ്ടപ്പെടുത്തുന്നു. ആര് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എൻ്റെ സമ്പത്തിന് കുറവുണ്ടാകരുത്. എത്ര മോശപ്പെട്ട ചിന്തയിലെ. 14ാം വാക്യത്തിൽ നാം കാണുന്നത്, നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും, നമുക്കെല്ലാവർക്കും സഞ്ചി ഒന്നായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ. ഇതത്ര ഇന്നത്തെ സിദ്ധാന്തം. നമുക്കെല്ലാവർക്കും പേഴ്സ് ഒന്നായിരിക്കും, ഒരേ പേഴ്സിൽ നിന്ന് നാം എല്ലാം ജീവിക്കണം. സാധാരണ ഈ തത്വം അത് മുറുകെ പിടിക്കുന്നവർ സ്വയം യാതൊന്നും ചെയ്യുന്നില്ല. വേല ചെയ്യുന്ന ആളുകൾ തങ്ങളുടെ അധ്വാന ഫലം പങ്കിടണം എന്നവർ ശഠിക്കുന്നു. എങ്ങനെങ്കിലും വല്ലവനും ഉണ്ടാക്കുന്നതായ കാര്യങ്ങൾ കൊണ്ട് തൻ്റെ സഞ്ചി നിറയ്ക്കുവാനായി ശ്രമിക്കുന്നതായ മനുഷ്യർ. അവർ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർ പാവങ്ങളെ ചൂഷണം ചെയ്യുക മാത്രമല്ലേ ചെയ്യുന്നത്. തങ്ങളുടെ യാതൊരു സംഭാവനയും അവർ അതിലേക്ക് നൽകുവാൻ തയ്യാറല്ല. അത് തെറ്റായ ഒരു തത്വമാകും.
എന്നാൽ ഇന്ന് യൗവനക്കാരുടെ ഇടയിൽ സാധാരണ കാണപ്പെടുന്ന ഒരു ചിന്താഗതി എത്ര ഇത്? മറ്റുള്ളവരെ സഹായിക്കുന്നു എന്ന മനോഭാവം പോലെ കാണിച്ചിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു. ഈ കാലത്തിലെ ചിന്തയും ഭാവവും ഇതത്രേ. എല്ലാവിധ മാർഗങ്ങളും ഉപയോഗിക്കുക, വളഞ്ഞ വഴികൾ പോലും. അങ്ങനെ ഒന്നും കൊടുക്കാതെ, ഒന്നും ചെലവിടാതെ എന്തെങ്കിലും നേടുക. ഈ ചിന്താഗതി എത്ര വലിയ ദോഷമാണ് ചെയ്യുന്നത് എന്നറിയാമോ? പണിയെടുക്കാതെ എങ്ങനെയെങ്കിലും വളരുക. ഒരു ചെറിയ ആയുസ്സുള്ളത് ആർക്കും പ്രയോജനപ്പെടാതെ നശിക്കുമല്ലോ. അതെ സുഹൃത്തെ, ഓരോ ദിവസവും നേടിയത് പ്രത്യേകം ഒന്ന് രേഖപ്പെടുത്തുക. എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുവാൻ ശ്രമിക്കാതെ കൈകൊണ്ട് വേലയെടുത്ത് ജീവിക്കുവാൻ പഠിക്കുക. തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ ചെന്ന് ചാടുവാൻ ഒരു യൗവനക്കാരന് കഴിയും. അത് എളുപ്പവുമാണ്. പണിയൊന്നും ചെയ്യാതെ ചെത്തി നടക്കുന്ന കൂട്ടത്തിൽ കൂടുവാൻ എളുപ്പമാണ്. കൂട്ടുകാരൻ്റെ അപ്പനും അമ്മയും വിദേശത്താണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവനോട് കൂടി നടന്ന് എൻ്റെ കാര്യം കൂടി അങ്ങ് കഴിയണം. ഒരു ദിവസത്തെ കൂലിക്ക് തക്ക വേല ഒരു ദിവസം അവർ നൽകുന്നില്ല. ആ വക കാര്യങ്ങളിൽ സഹകരിക്കുന്നത് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ യൗവനക്കാരൻ തൻ്റെ ഭവനത്തിൽ നിന്നും പോകുമ്പോൾ ഈ ഗുണദോഷം നൽകിയത്. തൻ്റെ ജീവിതത്തിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നതായ മനോഭാവം ഉണ്ടാകണം. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, മകനെ, നീ അവരുടെ വഴിക്ക് പോകരുത്, നിൻ്റെ കാൽ അവരുടെ പാതയിൽ വയ്ക്കുകയും അരുത്. ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന വേർപാട് ഇതത്രേ. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിക്കുക എന്ന് പറയുന്നത് വിഗ്രഹാരാധനയെക്കുറിച്ചാണെങ്കിലും ഇവിടെ അത് വ്യക്തമായി ചേരുന്നതും കൂടിയാണ്, അല്ലേ? നീ ഇന്ന് കൂടിയിരിക്കുന്ന തെറ്റായ കൂട്ടത്തിൽ നിന്നും വെളിയിൽ വരിക, അവരുടെ വഴിക്ക് പോകരുത്. 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു, രക്തം ചൊരിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു. പക്ഷി കാണെ വലവിരിക്കുന്നത് വ്യർത്ഥമല്ലോ, അവർ സ്വന്തം രക്തത്തിനായി പതിയിരിക്കുന്നു, സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇത് നിങ്ങളുടെ തന്നെ നാശത്തിനായി തീരും. നിങ്ങൾ നിങ്ങളുടെ തന്നെ വലയിൽ അകപ്പെടും, രക്ഷപ്പെടുവാൻ പ്രയാസമായ സാഹചര്യത്തിൽ എത്തിപ്പെടും. 19-ാം വാക്യത്തിൽ നാം കാണുന്നു, ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ, അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു. അത്യാഗ്രഹത്തിൻ്റെ ആരംഭത്തെ കുറ്റപ്പെടുത്തുന്നതാണ് നാം ഇവിടെ കാണുന്നത്. ഭൗതികവാദത്തിൻ്റെ ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പാപം ഈ അത്യാഗ്രഹമാകുന്നു എന്ന് വേണം ചിന്തിക്കുവാൻ. ഊണിലും ഉറക്കത്തിലുമുള്ള ഒരേ ഒരു ചിന്ത ഭൗതികമായി എങ്ങനെ അഭിവൃദ്ധിപ്പെടാം എന്ന് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പോലും, അതിനു വേണ്ടിയിട്ടാണ് പലരും ആത്മീയരെന്ന് അഭിനയിക്കുന്നത് പോലും. അത് സദൃശവാക്യം ഇവിടെ കുറ്റപ്പെടുത്തുന്നു. പണത്തോടുള്ള കൊതി, സുഖത്തോടുള്ള കൊതി, എങ്ങനെയെങ്കിലും പ്രശസ്തി നേടുവാനുള്ള തത്രപ്പാടുകൾ, അധികാരസ്ഥാനങ്ങളിൽ കയറിപ്പറ്റുവാനായിട്ടുള്ള വ്യഗ്രത, അങ്ങനെ ജീവിതത്തെ നശിപ്പിക്കുന്ന അവസ്ഥ. താൽക്കാലികമായതിനു വേണ്ടി നിത്യമായതിനെ ബലിയർപ്പിക്കുന്നതായ മനുഷ്യൻ എത്ര ഭോഷനാണ്. ഇവിടെ ശലോമോൻ പറയുന്നത് ദുരാഗ്രഹികളായ ഏവരുടെയും വഴികൾ അങ്ങനെ തന്നെ എന്നത്രേ. അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു. താങ്കളുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഇനിയും 20-ാം വാക്യം നമുക്ക് നോക്കാം. 20-ാം വാക്യം, ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു, വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. യൗവനക്കാരനെ ജ്ഞാനം വിളിക്കുന്നു. തൻ്റെ കോളേജിൽ വന്ന് പഠിക്കുവാൻ ജ്ഞാനം ക്ഷണിക്കുകയാകുന്നു. 21-ഉം 22-ഉം വാക്യങ്ങളിൽ അവൾ ആരവമുള്ള തെരുക്കളുടെ തലയ്ക്കൽ നിന്ന് വിളിക്കുന്നു, നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത്, ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം. ബുദ്ധിഹീനത അബദ്ധമാകുന്നു. ജ്ഞാനം ചോദിക്കുന്നത് നീ എത്രത്തോളം ഈ അബദ്ധത്തിൽ ജീവിക്കുമെന്നാണ്. പലരും ഈ അബദ്ധത്തിൽ ജീവിക്കുന്നു. മണ്ടത്തരം, ബുദ്ധിഹീനത, അതിൽ നിന്നും തിരികെ എന്നത്രേ ശലോമോൻ പ്രബോധിപ്പിക്കുന്നത്. 23 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ 23-ാം വാക്യം വായിക്കാം. എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും, എൻ്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും, ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. ക്രിസ്തുവിൽ നിന്നും മാറിപ്പോകുക എന്നാൽ ആത്മീയമായ ആത്മഹത്യയാകുന്നു അത്. 33-ാം വാക്യത്തിൽ നാം കാണുന്നത്,
എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ഇത് എന്നും വാസ്തവമാണ്. എത്ര നല്ല അവതരണമല്ലേ! ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതാണ് ഈ ആയുസ്സിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇത് നമ്മുടെ ദേശത്തെക്കുറിച്ച് പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈര്യമായിരിക്കുകയും ചെയ്യും. ഇന്ന് എല്ലാവർക്കും ഭയമാണ്, എല്ലാ രംഗത്തും ഭയമാണ്. വളരെയധികം ലോകപ്രകാരം സമ്പാദിച്ചിട്ടും ഭയമാണ്. ഓരോരുത്തരുടെ സ്വത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം ഓരോരുത്തരെ അളക്കുന്നത്, അല്ലേ? അവൻ ജീവിക്കുന്ന വീട്, അവൻ സഞ്ചരിക്കുന്ന കാർ, അവനുള്ള ബാങ്ക് ബാലൻസ്, അവൻ്റെ എസ്റ്റേറ്റ്. നാം ഭോഷന്മാരുടെ അഭിവൃദ്ധി ആസ്വദിക്കുകയാണോ? നാം ഭോഷന്മാരുടെ സ്വർഗത്തിലാണോ കഴിയുന്നത്, മൂഢസ്വർഗത്തിൽ? അതോ നാം നിത്യതയ്ക്ക് വേണ്ടി കരുതുന്നവരും നിത്യതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുമാകുന്നുവോ? ഈ ലോകത്തിൽ കളഞ്ഞേച്ച് പോകേണ്ടതിന് വേണ്ടിയിട്ട് നാം എന്തിന് ഭാരപ്പെടണം? ലഭിക്കുന്നതൊക്കെ ആസ്വദിക്കാം, എന്നാൽ അതിനുവേണ്ടി ഭാരപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവമാണ് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകിത്തരുന്നത്. അതുകൊണ്ട് നാം ഭോഷന്മാരായി തീരുവാൻ പാടില്ല. ജ്ഞാനികളായി, ദൈവമുള്ളവരായി, ദൈവ വഴികളിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ഒരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ജ്ഞാനം, പരിജ്ഞാനം, വിവേകം, സൂക്ഷ്മബുദ്ധി, വകതിരിവ്, കേട്ടാൽ ഒന്ന് തന്നെയെന്ന് തോന്നുന്ന വാക്കുകളാണ് ഇവയെങ്കിലും മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്ന സൂക്ഷ്മമായ ഗുണഗണങ്ങളാണ് ഇവയൊക്കെ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവയൊക്കെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ നമ്മൾ ഉപേക്ഷിക്കേണ്ട അഥവാ ഒഴിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മെ ശ്രേഷ്ഠരായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമുക്ക് ദൈവത്തെ ഭയപ്പെടാം, അവിടുത്തെ വാക്കുകൾക്ക് ചെവി കൊടുക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.